തുടർച്ചയായി രണ്ടാം തവണയും LDF കേരളത്തിൽ ഒരു സീറ്റിൽ ഒതുങ്ങി. 2019 ആലപ്പുഴ ഇത്തവണ UDF പിടിച്ചെടുത്തു. ആലപ്പുഴയിലെ വോട്ട് വിഹിതത്തിലും LDFന് കാര്യമായ കുറവ് സംഭവിച്ചു. ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്നു മത്സരിച്ചതിന്റെ ഓളവുമുണ്ടായിരുന്ന 2019 കനത്ത UDF തരംഗത്തിൽ പോലും പിടിച്ചുനിന്ന ആലപ്പുഴ ഇത്തവണ കൈവിട്ടുപോയത് LDFന് കനത്ത തിരിച്ചടിയാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. LDF സ്ഥാനാർത്ഥി AM ആരിഫിന് 2019 ആലപ്പുഴയിൽ കിട്ടിയത് 4,45,981 വോട്ട്. 10,474 വോട്ടിന്റെ ഭൂരിപക്ഷമാണുണ്ടായിരുന്നത്. ആരിഫിന്റെ ഇത്തവണത്തെ വോട്ട് 3,41,047 1,00,000-ലേറെ വോട്ടിന്റെ കുറവ്. ഈ വോട്ടുകൾ BJPയിലേക്ക് പോയെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2019 BJP സ്ഥാനാർത്ഥിയായിരുന്ന KS രാധാകൃഷ്ണന് കിട്ടിയത് 1,87,729 വോട്ടായിരുന്നു. ഇത്തവണ ആലപ്പുഴയിൽ മത്സരിച്ച NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 2,99,648 വോട്ട്. 1,00,000-ലേറെ വോട്ട് ഇത്തവണ BJPക്ക് കൂടുതൽ കിട്ടി. ആരിഫിന് കുറഞ്ഞത് 1,04,934 വോട്ടുകൾ. ജയിച്ചുവെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 30,936 വോട്ടുകൾ കുറഞ്ഞു. LDFനും UDFനും കൂടി കുറഞ്ഞത് 1,35,870 വോട്ടുകൾ. NDA സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കൂടിയത് 1,11,919 വോട്ട്. LDFന്റെ ശക്തിദുർഗങ്ങളായ കായംകുളത്തും ചേർത്തലയിലും വലിയ ഇടിവുണ്ടായി. കായംകുളത്ത് ആരിഫിനേക്കാൾ വോട്ട് കിട്ടിയത് ശോഭയ്ക്കാണ്. ചേർത്തലയിൽ 21,000 വോട്ട് ആരിഫിന് കുറഞ്ഞപ്പോൾ ശോഭ 19,000-ഓളം വോട്ട് ആരിഫിനേക്കാൾ കൂടുതൽ പിടിച്ചു. ഹരിപ്പാട് 14,000-ഓളം വോട്ട് ആരിഫിന് കുറഞ്ഞു. 20,000-ലേറെ വോട്ട് ശോഭയ്ക്ക് കൂടുതൽ കിട്ടി. കരുനാഗപ്പള്ളിയിലും അമ്പലപ്പുഴയിലും ഇരുവരും തമ്മിലുള്ളത് നേരിയ വ്യത്യാസങ്ങൾ മാത്രം. ചുരുക്കത്തിൽ LDFന് കുറഞ്ഞതും UDFന് കുറഞ്ഞതും BJPക്ക് കിട്ടി. കൂടുതൽ നഷ്ടം സംഭവിച്ചത് ആരിഫിനായിരുന്നു. BJPയുടെ ഈ കുതിപ്പ് തന്നെയാണ് ആരിഫിനെ തകർത്തതും. സംസ്ഥാനത്തൊട്ടാകെ BJP വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇരു മുന്നണികളെയും ഇത് ബാധിച്ചു. കൂടുതൽ ക്ഷീണം സംഭവിച്ചത് LDFനും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.